അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഡ്യൂ ടു തിൻ സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിങ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞത് മാസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ സ്പെറിക്കൽ ഷെല്ലിനെ നമ്മൾ സിഗ്മ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ സ്പെറിക്കൽ ഷെൽ സിഗ്മ എന്ന് പറഞ്ഞാൽ സിഗ്മ ഈസ് ഈക്വൽ ടു സപ്പോസ് ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം ആണെങ്കിൽ എം ഡിവൈഡഡ് ബൈ ആ സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 4πr² സിഗ്മ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എന്തിൻ്റെ സ്പെറിക്കൽ ഷെല്ലിൻ്റെ മാസ് ആണെന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ഈ ദിസ് 4πr² സിഗ്മയ്ക്ക് പകരം എനിക്ക് ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ മാസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് we will get V is equal to minus gm divided by r എന്ന് വരും. അപ്പോൾ ഇതെന്താ ശരിക്കും this is the potential at P due to this spherical shell ആണ്. ഈ സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടു. ഇനി അടുത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ് ഇനി കാണേണ്ടത്. സോ ദി ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദിസ് സ്പെറിക്കൽ ഷെൽ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കാണാൻ വേണ്ടി ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. ദാറ്റ് ഈസ് മൈനസ് dv/dr ആണ്. സോ ദിസ് ഈസ് മൈനസ് d/dr ഓഫ് മൈനസ് gm/r which is equal to gm or this is minus gm divided by r² എന്ന് വരും. മൈനസ് gm/r². ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് പി എന്ന് പറയുന്ന പോയിൻ്റ് എവിടെയായിരുന്നു? പി ഈസ് ഔട്ട്സൈഡ് ദി സ്പെറിക്കൽ ഷെല്ല്. അപ്പോൾ ഔട്ട്സൈഡ് ഉള്ള കേസിൽ അപ്പോൾ ഇഫ് പി ഈസ് ഔട്ട്സൈഡ് ദ ഷെൽ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് ഷെല്ലിൻ്റെ പുറത്താണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് gm/r ആണെന്നും അവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് gm/r² ആണെന്നുമാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് പി ഈസ് ഓൺ ദി സർഫസ് ഓഫ് ദ ഷെൽ. പി ഈസ് ഓൺ ദി സർഫസ് ഓഫ് ദ ഷെൽ. അതായത് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഡ്യൂ ടു ദ സ്പെറിക്കൽ ഷെൽ അറ്റ് എ പോയിൻ്റ് ഓൺ ഇറ്റ്സ് സർഫസ്. ഒരു സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് അതിൻ്റെ സർഫസിലുണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഫീൽഡുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് അതേപോലെ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ ഈ ഡി വി കണ്ടുവച്ചിരുന്നു. എന്തായിരുന്നു ഡി വി എന്ന് പറയുന്നത് റിങ്ങിൻ്റെയാണ്. റിങ് മൂലം പി എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യലായിരുന്നു ഡി വി. അപ്പോൾ ആ ഡി വിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെയായിരുന്നു, നിങ്ങൾ നേരത്തെ ചെയ്തതാണ്. ദാറ്റ് ഈസ് മൈനസ് ജി ഇൻറ്റു 2πr സിഗ്മ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഈ സ്പെറിക്കൽ ഷെല്ല് മൂലമുള്ള പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി വി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സ്പ്രഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. എവിടം മുതൽ എവിടം വരെ? r - r മുതൽ r+r വരെ. ഓക്കെ, r - r മുതൽ r+r വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അതിൽ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റിങ്ങിൻ്റെ റേഡിയസ് ഷെല്ലിൻ്റെ റേഡിയസ് ആയിരുന്നു. സ്മോൾ ആർ എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ സെൻറ്റർ മുതൽ ഏത് പോയിൻറ്റിലാണോ നമുക്ക് പൊട്ടൻഷ്യൽ കാണേണ്ടത് അതുവരെയുള്ള ദൂരമാണ്. അതേസമയം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഈ പറഞ്ഞ സ്പെറിക്കൽ ഷെല്ലുണ്ട്. ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O ആണ്. ഈ രണ്ട് പോയിൻറ്റുകൾ എയും അതുപോലെ തന്നെ ബിയും ആണ്. നേരത്തെ നമുക്ക് കാണേണ്ടിയിരുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കാണേണ്ടിയിരുന്ന പി എന്ന് പറയുന്ന പോയിൻ്റ് ഈ ഷെല്ലിൻ്റെ പുറത്തായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ OP എന്ന് പറയുന്ന ദൂരമാണ് നമ്മൾ സ്മോൾ ആർ എന്നെടുത്തത്. പക്ഷേ ഈ കേസിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഷെല്ലിൻ്റെ സർഫസിൽ തന്നെയുള്ള ഒരു പോയിൻറ്റിലെ പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് ഈ കേസിൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ക്യാപിറ്റൽ ആറിനോട് ഈക്വൽ ആയിരിക്കും. കാരണം ഈ പോയിൻറ്റിലുള്ള അല്ലെങ്കിൽ ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലുള്ള ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിലേക്കൊക്കെ ഈ ഷെല്ലിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ റേഡിയസ് തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ആർ മൈനസ് ആർ എന്ന് പറയുന്നത് 0 ആണ്, ആർ പ്ലസ് ആർ എന്ന് പറയുന്നത് 2r ആയിരിക്കും. സോ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 2r എന്ന് നമ്മൾ എടുക്കണം. ഇൻ്റഗ്രൽ 0 to 2r മൈനസ് ജി ഇൻറ്റു 2πr സിഗ്മ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ഡി എക്സ് എന്ന് വരും. ദിസ് ഈസ് മൈനസ് ജി ഇൻറ്റു 2πr സിഗ്മ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ into integral dx is x from 0 to 2r. This is again minus g into 2pi r sigma into 2r divided by r, that is minus g into 4pi r square sigma divided by small r. Again നമുക്കറിയാം 4pi r square sigma എന്ന് പറയുന്നത് ഈ ഷെല്ലിൻ്റെ ടോട്ടൽ മാസ് ആയിരിക്കും. സോ നമുക്കിവിടെ v എന്ന് പറയുന്നത് മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. That is the potential small r is okay, this is minus gm divided by r എന്ന് കിട്ടും. പക്ഷെ നമുക്കറിയാം ഇവിടെ എന്താണ്, ഈ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻ എന്താണ് ശരിക്കും, ദിസ് ഇസ് മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ തന്നെയാണ്. അതായത് ആർ റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ ഷെല്ല് അതിൻ്റെ സർഫസിലുള്ള ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ നമുക്കിങ്ങനെ ഒരു സ്പെറിക്കൽ ഷെല്ലുണ്ട്. ആ സ്പെറിക്കൽ ഷെല്ല് മൂലം പുറത്തൊരു പോയിൻ്റ് പി എടുത്തപ്പോൾ ഈ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ജി എം ബൈ ആർ ആണ്. ഓക്കെ, ഇതാണ് ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇത് മൈനസ് ജി എം ബൈ ആർ ആണ് പിയിലുള്ളത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് പി എന്ന് പറയുന്നത് ഈ ഷെല്ലിനോട് അടുത്തടുത്ത് വരും തോറും എന്താണ്, ഈ ഡിസ്റ്റൻസ് ഈ ആർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ പൊട്ടൻഷ്യൽ ചേഞ്ച് വരും. വെൻ ദിസ് സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, ഇതിൻ്റെ സർഫസിലുള്ള പോയിൻ്റ് തന്നെയാവും. അപ്പോൾ ഈ ഇവിടെയുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് ജി എം ബൈ ആർ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി സർഫസിലുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് അടുത്ത് നമ്മൾ കാണുന്നത്. സോ ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പോയിൻ്റ് പി എവിടെയാണ്, വെൻ ഇറ്റ് ലൈസ് ഓൺ ദി സർഫസ്, സർഫസ് ഓഫ് ദ ഷെൽ എന്ന് പറയുന്നത് this E is equal to minus dv by dr ആണ്, which is minus d by dr of minus gm by r ആണ്, or this is minus gm by r square ആണ്. പക്ഷെ നമുക്കറിയാം സർഫസിൽ സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. അതുകൊണ്ട് തന്നെ ദിസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി വിൽ ബിക്കം മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഔട്ട്സൈഡും കണ്ടു, അതുപോലെ തന്നെ സർഫസും കണ്ടു. ഓക്കെ, ഇഫ് പി ഈസ് ഔട്ട്സൈഡ്, അതുപോലെ തന്നെ പി ഈസ് ഓൺ ദി സർഫസ്, ഇങ്ങനെ രണ്ട് കേസാണ് നമ്മളിപ്പം കണ്ടത്. ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ദിസ് വി ഈസ് മൈനസ് ജി എം ബൈ ആർ ആണ്, അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ ആണ്. പി ഈസ് ഓൺ ദ സർഫസ് ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ ആണ്, അതുപോലെ തന്നെ അവിടുത്തെ ഫീൽഡ് ഇൻറ്റൻസിറ്റി മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് കേസാണ് നമ്മൾ കണ്ടത്. ഇനി മൂന്നാമതൊരു കേസ് കൂടിയുണ്ട്. ആ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സപ്പോസ് ഇഫ് പി ഈസ് എ പോയിൻ്റ് ഇൻസൈഡ് ദ ഷെൽ, അങ്ങനെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് വരും, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉള്ളിലുള്ള പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, ഇങ്ങനെ നമ്മൾ ഈ ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്തു. ഇവിടെ ഇത് എ, ഇത് ഒ, ഇത് ബി. അപ്പോൾ ഇവിടെ സപ്പോസ് ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇതിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കാം. പി എന്ന് പറയുന്ന പോയിൻ്റ്, ഇങ്ങനെ ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ ഡി വി കണ്ടിരുന്നു. ഡി വി എന്ന് പറയുന്നത് എന്താണ്, ഈ റിങ് മൂലം പിയിലുള്ള പൊട്ടൻഷ്യലായിരുന്നു. ദാറ്റ് ഈസ് മൈനസ് ജി ഇൻറ്റു 2π r സിഗ്മ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ഡി എക്സ് ആണ്. ഓക്കെ, ഇതിനെ ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് പുറത്തായിരുന്നുവെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെയായിരുന്നു, r - r മുതൽ r + r വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്.
ഓക്കെ. പക്ഷേ ഇപ്പോൾ എന്താണ് കേസ്? ഇപ്പോഴത്തെ കേസ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന പോയിൻ്റ് ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. വാട്ട് ഈസ് സ്മോൾ ആർ? സ്മോൾ ആർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്പെറിക്കൽ ഷെൽ ടു ദ പോയിൻറ്റ് വേർ വി ഷുഡ് കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ്. സോ ഇവിടെ നമുക്ക് കാണേണ്ട ഗ്രാവിറ്റേഷണൽ ഫീൽഡും പൊട്ടൻഷ്യലും കാണേണ്ട പോയിൻ്റ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് സ്മോൾ ആർ ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ നിങ്ങളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആർ മൈനസ് ആർ എന്ന് എടുക്കുന്നതിന് പകരം ക്യാപിറ്റൽ ആർ മൈനസ് ആർ ടു ക്യാപിറ്റൽ ആർ പ്ലസ് ആർ എന്ന് എടുക്കുന്നു. ബിക്കോസ് സ്മോൾ ആർ ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. സോ ദ പൊട്ടൻഷ്യൽ അറ്റ് പോയിൻ്റ് പി വേർ P is a point inside the spherical shell. So V is equal to R minus R മുതൽ R plus R വരെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. മൈനസ് ജി ഇൻറ്റു 2 r സിഗ്മ ബൈ സ്മോൾ ആർ ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദിസ് വിൽ ഗീവ് മൈനസ് ജി 2 r സിഗ്മ ബൈ സ്മോൾ ആർ ഇൻറ്റു എക്സ് ഫ്രം R minus R to R plus R. So this will give minus g 2 pi r sigma divided by small r into 2 into r nut. Okay, so this is minus g into small r cancel ആയിപ്പോവും. That is this will give minus g into 4 pi r sigma മൈനസ് ജി ഇൻറ്റു 4 pi r സിഗ്മ എന്ന് കിട്ടും. പക്ഷെ നമുക്കറിയാം എന്താണ് 4 pi r സ്ക്വയർ സിഗ്മയാണെങ്കിൽ ഇത് എം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 pi r സിഗ്മ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എം ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനെ മൈനസ് ജി ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ആർ എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് പി ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെൽ. അപ്പം പോയിൻ്റ് പി ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെല്ലാണെങ്കിൽ പൊട്ടൻഷ്യൽ വി ആണ്. ഇപ്പം ഇനി നിങ്ങളത് ആലോചിച്ച് നോക്കുക. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഓൺ ദ സർഫസും മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ തന്നെയായിരുന്നു. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് പി ഇൻസൈഡ് ദ സ്പെറിക്കൽ ഷെല്ല് മൈനസ് ജി എം ബൈ ആർ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, സർഫസിൽ നിന്നും ഉള്ളിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെ തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. അതായത് നിങ്ങൾ ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ ഷെല്ലെടുത്താൽ ആ ഷെല്ലിൻ്റെ സർഫസിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ ആണ്. അതേ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ആ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും അവിടെയുള്ള പൊട്ടൻഷ്യൽ. എന്ന് വെച്ചാൽ സർഫസിൽ നിന്നും ഉള്ളിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി inside the shell E is equal to minus dv by dr ആണ്. പക്ഷേ സർഫസിൽ നിന്നും ഉള്ളിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് 0 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 കേസുകളിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ നമുക്ക് ഇത്രയും നേരം കിട്ടിയ റിസൾട്ടുകളെ നമുക്കിങ്ങനെ സമ്മറൈസ് ചെയ്യാം. നമ്മൾ കണ്ടത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഡ്യൂ ടു എ തിൻ സ്പെറിക്കൽ ഷെല്ലാണ്. ഓക്കെ, ഡ്യൂ ടു എ തിൻ സ്പെറിക്കൽ ഷെല്ല്. അത് തന്നെ നമ്മൾ 3 റീജിയണിൽ കണ്ടു. ഒന്നെന്താണ്, ഔട്ട്സൈഡ് ദി ഷെൽ, ഷെല്ല്. 2 surface of the shell, inside the shell, surface of the shell, inside the shell. ഓക്കെ, അപ്പോൾ ആദ്യം ഔട്ട്സൈഡ് നമുക്ക് കിട്ടിയത് പൊട്ടൻഷ്യൽ മൈനസ് ജി എം ബൈ സ്മോൾ ആർ എന്ന് കിട്ടി, ഫീൽഡ് മൈനസ് ജി എം ബൈ സ്മോൾ ആർ സ്ക്വയർ എന്ന് കിട്ടി. സർഫസിൽ പൊട്ടൻഷ്യൽ മൈനസ് ജി എം ബൈ ആർ എന്ന് കിട്ടി. ഇവിടെ ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇൻസൈഡിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ വീണ്ടും മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ ആണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സർഫസിൽ നിന്നും ഉള്ളിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലാണ്, മൈനസ് ഡി വി ബൈ ഡി ആർ ആണ്. അതുകൊണ്ട് തന്നെ ഫീൽഡ് എന്തായി പോവും,
ദിസ് ഫീൽഡ് വിൽ ബി ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിൽ ബി 0 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതേ കാര്യത്തെ നമുക്കൊന്ന് ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസും വൈ ആക്സിസിൽ നമ്മൾ പൊട്ടൻഷ്യലും കൺസിഡർ ചെയ്യണം. സോ നമുക്കിവിടെ ഇതാണ് നമ്മുടെ സ്പെറിക്കൽ ഷെല്ലെന്ന് എടുക്കുന്നു. അപ്പോൾ ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, സോ ഞാൻ ഈ സ്പെറിക്കൽ ഷെല്ല് കൺസിഡർ ചെയ്തുകൊണ്ട് ഞാനിതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പം എക്സ് ആക്സിസിൽ സപ്പോസ് ഓക്കെ ദിസ് ഈസ് ദി എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി R ആക്സിസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ R എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ആറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ആദ്യം നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ എങ്ങനെ വേരി ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, വൈ ആക്സിസിൽ പൊട്ടൻഷ്യലും എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസുമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ, ഇവിടെയാണ് ഈ പോയിൻറ്റിൽ സ്മോൾ r ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ക്യാപിറ്റൽ R ആയിരിക്കും. ഓക്കെ, അതായത് ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലുള്ള പോയിൻ്റാണ് സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ എത്തുന്നത് വരെ, അതായത് ഔട്ട്സൈഡ് ദ ഷെല്ല് പൊട്ടൻഷ്യൽ -gm/r ആണെന്ന് പറഞ്ഞു. അപ്പോൾ -gm/r എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സിസിലാണ് വരേണ്ടത്. അതുപോലെ 1/r ഡിപ്പെൻഡൻസ് ആണ്. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് വേരി ചെയ്ത് വരും, ഇങ്ങനെ വേരി ചെയ്ത് ഇവിടം വരെ വരും. ഓക്കെ, ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതെന്താണ്, -gm/R ആവും ഈ സർഫസിൽ. അതിനുശേഷം ഉള്ളിലും എന്താണ് പൊട്ടൻഷ്യൽ, -gm/R ആണ്. അപ്പോൾ സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ് ഉള്ളിലേക്ക്, അതായത് ഉള്ളിലേക്ക് ഇതെന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ തന്നെ നിൽക്കും, സെയിം ആയിട്ടിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ്. ഇനി ഇത് ഇങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ പ്ലോട്ട് ചെയ്യുന്നത്. അതേസമയം ഫീൽഡ്, ഇതിപ്പോൾ പൊട്ടൻഷ്യലിന് പകരം നമ്മൾ ഫീൽഡാണ് പ്ലോട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഞാനിവിടെ ദിസ് ഈസ് R ആക്സിസ് എടുക്കുന്നു. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് അഗെയിൻ സ്മോൾ r ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R ആണ്. അപ്പോൾ ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വേരി ചെയ്യുക, -gm/r² ആണ്. ഔട്ട്സൈഡ് ദ ഷെൽ -gm/r², സർഫസ് -gm/R, ഉള്ളിൽ 0 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ -gm/r² എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ഡിക്രീസാണ്, ഇങ്ങനെ ഷാർപ്പായിട്ട് ഡിക്രീസ് ചെയ്യും. 1/r² ഡിപ്പെൻഡൻസ് ആണ്. ദിസ് ഈസ് -gm/r² ഡിപ്പെൻഡൻസ് ആണ്. ഇങ്ങനെ സർഫസിൽ ഇതെന്താവും, -gm/R² ആവും. ഉള്ളിൽ എന്തായിരിക്കും, ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് 0 ആയിരിക്കും, ഈ പോയിൻറ്റ്. ദിസ് ഈസ് ദി ആക്സിസ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളിൽ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും, ഇവിടെ -gm/R² ആയിരിക്കും. ഈ സർഫസ് എന്ന് പറയുന്ന പോയിൻറ്റിൽ എക്സാക്ട്ലി ഇത് -gm/R² ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ആണെങ്കിൽ ദിസ് ഈസ് പുറത്ത് -gm/R ആണ്. സർഫസിലുള്ള ഈ പോയിൻറ്റിൽ ദിസ് ഈസ് -gm/R ആണ്. ഉള്ളിലും ഇതെന്ത് തന്നെയാണ്, -gm/R ആണ്. അതുകൊണ്ടാണ് ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യലിൻ്റെയും അതുപോലെ തന്നെ ഫീൽഡിൻ്റെയും വേരിയേഷൻസ് നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ പുറത്ത് -gm/R ആണ്. സർഫസിലെത്തുമ്പോഴേക്കും സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ R ആവുന്നതുകൊണ്ട് -gm/R വരും. ഉള്ളിൽ പൊട്ടൻഷ്യൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ തന്നെയാണ്, അതുകൊണ്ട് -gm/R. അതേസമയം ഫീൽഡ് പുറത്ത് 1/r², -gm/R² ആണ്. സർഫസിൽ -gm/R² ആണ്, ഉള്ളിൽ 0 ആണ്. സോ ഫീൽഡ് നമ്മൾ ഈ രീതിയിൽ പ്ലോട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. മുകളിൽ നമ്മൾ പ്ലോട്ട് ചെയ്തത് ദിസ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അപ്പം ഒരേ ഗ്രാഫിൽ തന്നെ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയും നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. സോ ദിസ് ഈസ് ദി അബൌട്ട് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ് ഡ്യൂ ടു എ തിൻ സ്പെറിക്കൽ ഷെൽ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സ്പെറിക്കൽ ഷെല്ലെടുത്തു. ആ സ്പെറിക്കൽ ഷെല്ലിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണ്, റേഡിയസ് ക്യാപിറ്റൽ R ആണ്, മാസ് പെർ യൂണിറ്റ് ഏരിയ സിഗ്മയാണ്. സിഗ്മ എന്ന് പറയുന്നത് അപ്പോൾ m/4πr² ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പെറിക്കൽ ഷെല്ലെടുക്കുന്നു. അതിൻ്റെ സെൻറ്റർ നമ്മൾ O എന്ന് വിളിക്കുന്നു. ആ സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് P എന്ന് പറയുന്ന ഒരു പോയിൻറ്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഫീൽഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു.
ആ പി എന്ന് പറയുന്ന പോയിൻ്റ് ഒന്നുകിൽ ഷെല്ലിൻ്റെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഷെല്ലിൻ്റെ സർഫസിലായിരിക്കാം, അല്ലെങ്കിൽ ഷെല്ലിൻ്റെ ഉള്ളിലായിരിക്കാം. അങ്ങനെ നമ്മളതിനെ 3 ഡിഫറൻറ്റ് കേസായിട്ട് തിരിക്കുന്നു. ഇനി ഈ ഷെല്ല് മൂലമുള്ള പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി എളുപ്പത്തിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, അതിൽ ഒരു റിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ റിങ്ങിൻ്റെ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കുന്നു, വിഡ്ത്ത് കണ്ടുപിടിക്കുന്നു, അതുവഴി നമ്മൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ ഓഫ് ദ റിങ് അറിയാമെങ്കിൽ മാസ് ഓഫ് ദ റിങ് കാണുന്നു. ആ റിങ് മൂലം പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. റിങ് മൂലമുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമുക്കറിയാമെങ്കിൽ ഈ പറഞ്ഞ സ്പെറിക്കൽ ഷെല്ല് മൂലമുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി ഈ റിങ്ങിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് ഈ 3 കേസുകൾ, അതായത് ഔട്ട്സൈഡുള്ള കേസും സർഫസിലുള്ള കേസും ഇൻസൈഡുള്ള കേസും ലിമിറ്റുകൾ എങ്ങനെയാണ് ഡിഫറൻ്റ് ആവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 3 കേസിലും നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ 3 പോയിൻറ്റുകളിലുമുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും അതുവഴി നമ്മളതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.